നമ്മുടെ ഉള്ളിൽ ചില അഭിമാന ചിന്തകളുണ്ട്. അന്യരിൽ നിന്ന് പ്രശംസ കിട്ടാനുള്ള താല്പര്യമാണ് ഈ വ്യർത്ഥ ആഗ്രഹം. പ്രിയപ്പെട്ടവരെ, എല്ലാവരും എന്നെ പ്രശംസിക്കണം, എല്ലാവരും എന്നെ കാണണം, എന്നാൽ ഞാൻ ആരെയും പ്രശംസിക്കില്ല, ഞാൻ ആരെയും പുകഴ്ത്തില്ല, എല്ലാവരും എന്നെ പുകഴ്ത്തണം എന്നുള്ള ചിന്ത. 2, വ്യർത്ഥാഭിമാനത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ് ആത്മപ്രശംസ. അനേകർക്കുള്ളൊരു മനോഭാവമാണ് കപട മനോഭാവം. ഒന്ന് പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, ഇത് കപട മനോഭാവമുള്ള അഹങ്കാര ചിന്തയുള്ളവർക്കുണ്ടാകുന്ന ഒരവസ്ഥയാണ്. പറയുന്ന വാക്കിൽ ഒരു നിലപാടില്ലാത്തവർ. അതുകൊണ്ട് ചിന്തിക്കുക. അതുപോലെ തന്നെ കപട ഭക്തി, ഭയങ്കര ഭക്തി കാണിക്കുന്ന ഒത്തിരി പേര്. ഒരിക്കലെ ഒരു സഹോദരി എന്നോട് വന്ന് ചോദിച്ചു, അച്ഛൻ ഈശോയെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉവ്വ, ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ചേച്ചി എന്നോട് ചോദിച്ചു, അച്ഛൻ കണ്ണൂർ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കണ്ണൂർ പോയിട്ടില്ല. അപ്പോൾ വിളക്കന്നൂർ നടന്ന അത്ഭുതം കണ്ടിട്ടുണ്ടോ എന്ന് ഈ ചേച്ചി ചോദിക്കണം. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ അവിടെ പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ അച്ഛൻ യേശുവിനെ കാണണേ? ഞാൻ പറഞ്ഞു, എന്നും പരിശുദ്ധ കുർബാനയിൽ വരുന്ന ഈശോയുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സഹോദരിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അടയാളങ്ങളുടെ പുറകെ ഓടുമ്പോഴും നമ്മുടെ മുന്നിൽ അപ്പമായി തീരുന്ന, നമ്മുടെ ഇടവകപ്പള്ളിയിൽ മുറിവേൽക്കുന്ന ഈശോയുടെ മുഖം നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അടയാളങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു വിശ്വാസമായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒതുങ്ങിക്കൂടുന്നുണ്ട്. വ്യക്തി ദൈവങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ശക്തികൾ ഈ കാലഘട്ടം പരിശുദ്ധം ഒത്തിരി കരഞ്ഞു പറയുന്ന, മക്കളെ, നിങ്ങൾ കൃത്യമായ വിശ്വാസത്തിൽ പോയില്ലെങ്കിൽ ചില കാഴ്ചപ്പാടുകൾ നിങ്ങളെ വഴിതെറ്റിക്കും. അതുകൊണ്ട് തിരിച്ചറിയണേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ കപട ഭക്തിയുള്ളവരുണ്ട്. അച്ഛന്മാരേക്കും കാണുമ്പോൾ ഭയങ്കര ഭക്തി, എന്നാൽ അതേ ചാപ്പലിൽ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ അവിടെ ഇരുന്ന് വർത്താനം പറയും. തിരിച്ചറിയണേ, ഒരേ ദൈവം തന്നെ, ഒരേ ദൈവം തന്നെ. ബലിപീഠത്തിൽ മുറിയപ്പെടുന്നതും അൽത്താരയിൽ വണക്കപ്പെടുന്നതും ഒരേ യേശു തന്നെ. കപട ഭക്തി നമുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഭക്തി പ്രകടിപ്പിക്കാനുള്ളതല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു പ്രകടനമായിട്ട് മാറണം. അതുകൊണ്ട് എല്ലാം അറിയാമെന്ന ചിന്ത. ചില കുട്ടികളൊക്കെ പറയുന്നുണ്ട്, എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ഒന്നും പഠിക്കാനില്ല. പരീക്ഷ പേപ്പർ കിട്ടുമ്പോൾ പഠിച്ചതൊന്നുമില്ല. കാരണം പഠിച്ചാലല്ലേ ഓർമ്മയിൽ അത് വരുള്ളൂ. പഠിക്കാത്ത കാര്യം പഠിച്ചുവെന്ന് പറഞ്ഞാൽ പേപ്പർ ഇടുന്നവർ നമ്മൾ പഠിച്ചത് ഇടണമെന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കുറേ പേരുണ്ട്. എല്ലാം അറിയാം, എനിക്കറിയാത്ത എന്തോ ഉള്ളത്. ഇന്നത്തെ തലമുറയിലെ യുവജനങ്ങൾ അനേകർ തെറ്റിപ്പോകുന്ന എങ്ങനെയാണ്? എല്ലാം അറിയാം, എന്നാൽ ഇൻ്റർവ്യൂവിന് പോയിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല, അങ്ങനെ ജോലി കിട്ടുന്നില്ല. എല്ലാം അറിയാമെന്നുള്ളതല്ല, അറിയാനായിട്ട് പരിശ്രമിക്കുക, നല്ല അറിവുകളെ സ്വീകരിക്കുക, ചീത്ത അറിവുകളെ ഉപേക്ഷിക്കാനായിട്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രിഗറി പറയുക, 7 മൂലപാപങ്ങളുടെ ഓർഡർ എടുത്താൽ അതിലൊന്നാം സ്ഥാനമുള്ളത് അഹങ്കാരത്തിനാണ്. വിശുദ്ധനായ ഗ്രിഗറി പിതാവ് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഈ മൂലപാപങ്ങൾ എടുത്താൽ അതിലൊന്നാം സ്ഥാനം കൊടുക്കുന്ന അഹങ്കാരത്തിനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക, ഈ അഹങ്കാരം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന വില. അഹങ്കാരം 7 വിധത്തിലുണ്ട്. ഒന്നാമത്തത് ഭയമാണ്. പ്രിയപ്പെട്ടവരെ, അഹങ്കരിക്കുന്നൊരു വ്യക്തി കുറച്ച് കഴിയുമ്പോൾ ഈ ലോകത്തെ ഭയക്കാൻ തുടങ്ങും. അപ്പോൾ അവൻ പിന്നെയും കള്ളത്തരം ചെയ്യാൻ തുടങ്ങും. മനുഷ്യൻ്റെ മുന്നിൽ കുറേ ചേഷ്ടകൾ കാണിക്കും. അവസാനം ലോകത്തിന് പിന്നെയും കള്ളം പറഞ്ഞ് അവനെ ഭയക്കാൻ തുടങ്ങും. എന്നാൽ ദൈവഭയമുള്ള ഒരു വ്യക്തിക്ക് ഒന്നിനും അഹങ്കരിക്കാനില്ല. എല്ലാം ദാനമായിരിക്കെ എന്തിനു ഞാൻ അഹങ്കരിക്കണം? രണ്ടാമത്തത് അവകാശബോധം ഉള്ളവരായിരിക്കും. ഈ അഹങ്കാരം നമുക്ക് വരുത്തുന്നത് ഒരു അവകാശബോധമാണ്. ഞാൻ എന്നത് എനിക്കിത് അവകാശപ്പെട്ടതാ, എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ശരിയാവില്ല. പ്രിയപ്പെട്ടവരെ, അവകാശപ്പെട്ടത് സ്വീകരിക്കുന്ന തെറ്റല്ല, എന്നാൽ ചില അവകാശബോധങ്ങൾ ശരിയാണോ എന്ന് ചിന്തിക്കുന്ന നല്ലതാണ്. നമ്മളെക്കാൾ അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ അതവർ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ ടീച്ചറാവാനായിട്ട് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ കേട്ടിട്ട് എക്സാം എഴുതാണ്. അങ്ങനെ ഞാൻ 1 മാർക്കിന് തോറ്റു അച്ഛാ. എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഉള്ളിൽ കിട്ടിയ പ്രേരണ അനുസരിച്ച് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയുടെ ഒപ്പം പരീക്ഷ എഴുതിയ ഒരു പാവപ്പെട്ട കുടുംബത്തിലൊരു സഹോദരി ജപ്തിയുടെ വക്കീലാണ്. ഈ ജോലി കിട്ടിയാൽ അവർക്ക് ജീവിതമുള്ളൂ. അങ്ങനെയെങ്കിൽ ചേച്ചിയുടെ 1 മാർക്ക് എടുത്ത് ആ ചേച്ചിക്ക് കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ ചേച്ചി എന്നെ തുറപ്പിച്ച് നോക്കിയിട്ട് പറയുക, അതെന്തിനാ അച്ഛാ ദൈവം അങ്ങനെ ചെയ്യേണ്ട ആവശ്യം? പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ അതൊരു നന്മയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ നമുക്കൊരു ഫലമുണ്ടെന്നേ. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒതുങ്ങുമ്പോഴാണ് ഈ അഹങ്കാരം വരുന്നത്. മറ്റുള്ളവരും നമ്മിൽ നിന്ന് നന്മ കിട്ടുകയാണെങ്കിൽ, അത് ദൈവ അനുവദനീയമാണെങ്കിൽ, നീ ദൈവത്തിന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 1 മാർക്ക് പിന്നീട് നിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിൻ്റെ മക്കളുടെ ജീവിതത്തിലും പലിശയ്ക്ക് പകരം കൂട്ടുപലിശയായിട്ട് ദൈവം തരും. പ്രിയപ്പെട്ടവരെ,
അതുകൊണ്ട് തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ നന്ദികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ നന്ദി പറയണം. അഹങ്കരിക്കാനുണ്ടാവില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നന്ദി പറഞ്ഞു നോക്കിയേ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഓരോ വസ്തുവിനും നന്ദി പറയുകയാണെങ്കിൽ എത്ര നന്ദി പറയണം. അങ്ങനെയെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ? നന്ദി പറയാത്തതാണ് നമ്മുടെ ഉള്ളിൽ അഹങ്കാരം, കുറ്റം പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നാലാമത്തത് പ്രാർത്ഥനയുടെ നമ്മൾക്ക് അഭാവമുണ്ട്. പ്രാർത്ഥനയുടെ അഭാവമാണ് നാലാമത്തെ കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥന പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അഞ്ചാമത്തെ കാര്യം, മനുഷ്യരുടെയും ലോകത്തിൻ്റെയും പ്രീതി നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അഹങ്കാരം വരാൻ കാരണം ഈ ലോകത്തിൻ്റെ പ്രീതി നേടാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, മനുഷ്യരുടെ പ്രീതി നേടാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പുരോഹിത നിലയ്ക്ക് ലൂയി മോൺഫോർട്ട് പഠിപ്പിക്കുന്നുണ്ട്, പൗരോഹിത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എളിമപ്പെട്. പൗരോഹിത്യം ശുശ്രൂഷിക്കപ്പെടാനുള്ളതാണ്, കാല് കഴുകാനുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈശോ ചെയ്തത് ഈ എളിമപ്പെടലാണ്. അതാണ് ഈ 12 പേർക്കും സാധിക്കാത്തത്. കാരണം ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ അടിമ ചെയ്യുന്ന ജോലി ഈശോ പത്രോസിൻ്റെ കാല് കഴുകുമ്പോൾ, പത്രോസ് ഇത് പറ്റില്ല, ഞങ്ങൾ നിന്നെ വെച്ചിരിക്കുന്ന ഒരു രാജാവായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിക്കുന്നത് എളിമയാണ്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണേ, കാല് കഴുകേണ്ട ഒരു കുടുംബം. എനിക്ക് പരിചയമുള്ളൊരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ നടക്കുന്ന സംഭവം, അവിടെ 8 മക്കളുണ്ട് ആ കുടുംബത്തിൽ. അപ്പോൾ ഈ മാതാപിതാക്കൾ ഈ മക്കളെ പഠിപ്പിച്ചിരിക്കുക, അപ്പനും അമ്മയും വഴക്ക് കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നാണെന്നറിയോ? ഒരു ബക്കറ്റ് മൂത്ത മകന് പേടിച്ചു കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ മകന് ഒരു പോണി മേടിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ മകൾക്ക് ഒരു ടവല് മേടിച്ചു കൊടുത്തിട്ടുണ്ട്, നാലാമത്തെ കുഞ്ഞിന് സോപ്പ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ മേടിച്ചു കൊടുത്തിരിക്കുക. ഇവരുടെ വീട്ടിൽ എന്ന് നടക്കുന്ന എന്താണെന്നറിയോ? താലത്തിൽ വെള്ളമെടുത്ത് വെൺകച്ചയുമരയിൽ ചുറ്റി. ഈശോ ചെയ്ത കാര്യം വീട്ടിൽ നടക്കുക. അപ്പനാണ് വഴക്ക് കൂടണമെങ്കിൽ എല്ലാവരും കൂടി ചെല്ലും, അപ്പൻ എല്ലാവരുടെയും കാല് കഴുകും. പ്രിയപ്പെട്ടവരെ, അമ്മയാണ് വഴക്ക് കൂടുന്നത്. ഇന്ന് ആ കുടുംബത്തിൽ അത്രമാത്രം എളിമയുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതൊരു പരിശീലനമാണ്. പെസഹ വ്യാഴാഴ്ച നടക്കുന്നൊരു കാര്യം ജീവിതത്തിൽ എന്നും നടത്താൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാല് കഴുകേണ്ട ആവശ്യമില്ല. ഈ കാല് കഴുകേണ്ട മാതൃകകൾ വന്നാൽ നമ്മുടെ കുടുംബത്തിൽ ഈ അഹങ്കാരത്തിൻ്റെ എല്ലാ പാപങ്ങളുടെയും മൂലകാരണമായ ഈ പിശാചിനെ നമുക്ക് തോന്നി. ഇത് ഡെലിവറൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എളിമപ്പെടുന്നത് പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ഡെലിവറൻസ് പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരാധനയും നമ്മൾ എളിമയുടെ പ്രകടനം ചൊല്ലി പ്രാർത്ഥിക്കും. ആ സമയത്ത് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, എളിമപ്പെടാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 28-ാം വാക്യം പറയുക, അഹങ്കാരികൾ കഷ്ടതയ്ക്ക് പ്രതിവിധിയാകും. അഹങ്കരിക്കുന്നവന് കഷ്ടത പ്രതിവിധിയാകും. എന്തെന്നാൽ ദുഷ്ടത അവനിൽ വേര് പാകിയിരിക്കുന്നു. അപ്പോൾ അനേകരുടെ ഹൃദയത്തിൽ ഈ ദുഷ്ടത വേര് പാകിയിരിക്കുക. അതുകൊണ്ട് ലൂയി മോൺഫോർട്ടിൻ്റെ ആത്മീയതയിൽ യഥാർത്ഥ മരിയ ഭക്തൻ ആരാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ലൂയി മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മരിയ ഭക്തരാകാനാണ്. 1, സ്വയം താഴ്ത്തുന്നവനാണ് യഥാർത്ഥ മരിയ ഭക്തൻ. 2, ദൈവത്തെ ജീവിതം കൊണ്ട് ഉയർത്തുന്നവനാണ് യഥാർത്ഥ മരിയ ഭക്തൻ. 3, മഹത്വം, സ്വന്തം മഹത്വം അന്വേഷിക്കാതെ ദൈവകൃപയുടെ മഹത്വം അന്വേഷിക്കുന്നവനും അംഗീകരിക്കുന്നവനുമാണ് യഥാർത്ഥ മരിയ ഭക്തൻ. പ്രിയപ്പെട്ടവരെ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ മരിയ ഭക്തരുടെ ഒരു പ്രതിഷ്ഠയാണെങ്കിൽ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ജീവിതം കൊണ്ട് ദൈവത്തെ ഉയർത്തിയോ, ദൈവത്തിന് മഹത്വം കൊടുത്തോ, നമ്മൾ ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ എളിമപ്പെടുത്തിയോ? അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ ദിവസം വലിയൊരു അനുഗ്രഹത്തിൻ്റെ ദിവസമാകും. പ്രിയപ്പെട്ടവരെ, ഈ ദിവസത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറയാൻ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണേ, അഹങ്കാരത്തിൽ നിന്ന് സ്വതന്ത്രമാകാൻ എൻ്റെ ജീവിതത്തിൽ എളിമ എന്ന പുണ്യത്തിൻ്റെ കടല് ഇന്നൊഴുക്കണമേ.